വസുന്ധര, ഏട്ടാ ആർ യു ഓക്കേ? കുഴപ്പമില്ല. അല്ല, അതിരിക്കട്ടെ, ആഭരണം എവിടെ? അവരെന്നെ മാത്രം കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേ. ആഭരണമൊക്കെ റൂമിലുണ്ട്. അതുപോട്ടെ, എന്തിനാ അവര് തന്നെ കിഡ്നാപ്പ് ചെയ്ത്? അല്ല, ആരാ ഇവരോട് തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞേ? അതൊക്കെ വിട് ചേട്ടാ, നമുക്കിപ്പോ ചേച്ചിയെ നോക്കിയ പോരെ. ചേച്ചിയെ കിട്ടിയല്ലോ, അത് മതി. നമുക്ക് പോയി കല്യാണത്തിന്റെ കാര്യം നോക്കാം. ശരി പാറു. അതെ ഏട്ടാ, അവിടെ ഏട്ടനും ഇല്ല, ഞാനും ഇല്ല. എന്തായി അവിടുത്തെ അവസ്ഥയൊന്നും അറിയാനും പറ്റുന്നില്ല. ശരി വാ. കേൾക്കാനില്ല, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. നിങ്ങളോട് ഞാൻ താഴ്ന്ന് അപേക്ഷിക്കുക, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തൂടെ? ഒരല്പം ഒന്ന് ക്ഷമിക്ക്. ഒരു തവണ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതോ ഇതുവരെ ഞങ്ങളെ ചതിച്ചതൊന്നും നിങ്ങൾക്ക് മതിയായില്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ പറ്റിക്കും? ഒരു തവണ കാവ്യയുടെ മുഖത്തൊന്നു നോക്ക്. നിങ്ങൾ ഒരു പെണ്ണല്ലേ? കല്യാണം പാതി വെച്ച് മുടങ്ങിപ്പോയാ ആ പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും കാവ്യ നിങ്ങളുടെ കൂടി സഹോദരിയല്ലേ? ഇവളെനിക്ക് സഹോദരി ആകണമെങ്കിൽ ഈ കല്യാണം നടന്നാലല്ലേ പറ്റൂ. ഇവരെ പോലെ എന്റെ പാരന്റ്സ് ആൾക്കാരെ പറ്റിച്ചല്ല എന്നെ ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ഗ്രാൻഡ് ആയിട്ടാ കല്യാണം നടത്തിയത്. ഇവര് ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുത്താ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചത്. അങ്ങനെയുള്ള എന്നെ ഈ കാവ്യമായി താരതമ്യം ചെയ്യുന്നു. എന്താ മുത്തശ്ശി കൂടി ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞങ്ങൾ എടുത്തു ചാടി തീരുമാനം എടുത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം നടത്താൻ നിങ്ങൾക്ക് ഒരുപാട് സമയം തന്നു കഴിഞ്ഞു. ഇനി ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. കല്യാണം ഇനി നടക്കില്ല. ഞങ്ങൾ പോകുന്നു. കല്യാണം നടക്കും. ഈ കല്യാണം നടന്നിരിക്കും. ചെറിയമ്മേ, ചെറിയമ്മയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ? എനിക്കൊന്നും പറ്റിയില്ല മോളെ. ഞാൻ സുഖമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. എനിക്കറിയാം പാർക്കുട്ടി, നീ വിജയിക്കുമെന്ന്. ചേച്ചിയെ സേഫ് ആയി കൂട്ടിക്കൊണ്ടു വന്നല്ലോ. വസു, തലയിൽ എന്താ പറ്റിയത്? ഒരു ചെറിയ മുറിവ് ചേച്ചി, പേടിക്കാനൊന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളിട്ട് ചതിച്ചു എന്ന് പറഞ്ഞ് പയ്യന്റെ വീട്ടുകാരെ തിരിച്ചു പോവൂ അബി. സംഭവിച്ച തെറ്റിന് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാകും എന്നാണോ? ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളിട്ട് ഞങ്ങളെ പറ്റിച്ചിരിക്കാ നിങ്ങള്.
സ്ത്രീധനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒരു കളിക്ക് വേണ്ടി 70 പവൻ ആഭരണം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് കഴിയില്ലെന്ന് പറയുന്നതിന് പകരം ചതിക്കാൻ നോക്കിയാൽ എങ്ങനെയാ? ക്ഷമിക്കണം മുത്തശ്ശി, ഞങ്ങളിതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. വേറെ ഒരു വഴിയില്ലാതെ സംഭവിച്ചു പോയതാ. മനഃപൂർവ്വം ആണെങ്കിലും അറിയാതെ ആണെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തല്ലോ. സ്വർണ്ണ ആഭരണത്തിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആഭരണം അണിയിച്ചില്ലേ? പിന്നെ എങ്ങനെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ ഞങ്ങളുടെ മരുമകളാക്കും? ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ആ തെറ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയണം. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അവസാനം ഉണ്ണി കണ്ടതുകൊണ്ട് മാത്രമല്ല, ചേട്ടാ, എന്താ പറു? ഇനി ഈ ആഭരണങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ആ ചെറുക്കന്റെ വീട്ടുകാര് വല്ല ന്യായവും പറഞ്ഞോണ്ട് വന്ന എന്റെ കൈയുടെ ചൂടറിയുവേ. അതിന്റെ ഒന്നും ആവശ്യമില്ല പറു. ശരി. ഡ്യൂപ്ലിക്കേറ്റ് ആഭരണത്തിന്റെ കാര്യത്തിൽ തെറ്റ് മുഴുവൻ എന്റേതാ. ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. അതല്ലാതെ കല്യാണം മുടക്കി കാവ്യയെ വിഷമിപ്പിക്കരുത്. വാങ്ങിച്ചോളൂ, ശരിക്കുള്ള ആഭരണം. എന്താ സംഭവിച്ചതെന്നറിയാതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ അപമാനം തോന്നുന്നു. ഞങ്ങളോട് ക്ഷമിക്കുക വേറ. ഞങ്ങൾക്ക് നിങ്ങളെ നന്നായി അറിഞ്ഞിട്ടും ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. അതെന്തൊക്കെയോ പറഞ്ഞു. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആയുസ് ഞാൻ കുറയ്ക്കുന്നില്ല. നിങ്ങളുടെ മകളെ എൻ്റെ വീട്ടിലെ മരുമകളായി കൊണ്ടുപോകാനും ഈ കല്യാണം നന്നായി നടത്തുവാനും ഞാൻ അപേക്ഷിക്കുകയാണ്. അമ്മേ, കല്യാണത്തിന്റെ മുഹൂർത്തം കഴിയാറായി. പെണ്ണിന്റെയും ചെറുക്കന്റെയും ജാതകപ്രകാരം 10 നിമിഷത്തിൽ നല്ലൊരു മുഹൂർത്തം ഉണ്ട്. പെട്ടെന്ന് തന്നെ പെണ്ണും ചെറുക്കനും വരികയാണെങ്കിൽ ആ മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആ പോയി റെഡിയാവും രാജേഷ്. ശരി അച്ഛാ. വാ കാവ്യ, നിന്നെ ഞാൻ തന്നെ റെഡിയാക്കാം. ചേച്ചി ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയല്ലേ, ഞങ്ങൾ തന്നെ കാവ്യ ഒരുക്കിക്കോളാം. അതെ ചേച്ചി, സമാധാനത്തോടെ ഇരുന്ന് കല്യാണം കാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കാം. അതിങ്ങിതാ മോളെ കാവ്യ, നീ വന്നേ. വാ കാവ്യ. സുന്ദരി, നമുക്ക് റെഡിയാവാം.
അച്ഛാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മയ്ക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. ഗുളിക കൊടുത്ത് കിടത്തിയിരിക്കുക. ഭയപ്പെടാനൊന്നുമില്ല ഭീ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടും. അവൾ റെസ്റ്റ് എടുക്കട്ടെ മോനെ. ഓക്കെ അച്ഛാ. ബസ്വേട്ടത്തി എങ്ങനെ രക്ഷപ്പെട്ടു? അഭിയേട്ടൻ എങ്ങനെ കണ്ടുപിടിച്ചു? കൊല ചെയ്യാൻ പോലും മടിക്കാത്ത ഗുണ്ടകളെന്നല്ലേ പറഞ്ഞ്? മണ്ടന്മാരാണെന്ന് തോന്നുന്നു. ഞാൻ മണ്ടന്മാരെന്നല്ല വെച്ചത്. എല്ലാം ആ പാർക്കുട്ടിയുടെ പണിയാണെന്ന് തോന്നുന്നത്. അവൾ ഇന്ന് കല്യാണത്തിന് വിളിക്കണ്ടായിരുന്നു. നമ്മളെ സമയം ശരിയില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാണ്? ഇതായിരിക്കും നമ്മുടെ തലവിധി. ഡ്യൂപ്ലിക്കേറ്റ് ആഭരണത്തെ പറ്റി അവരറിഞ്ഞു, കല്യാണവും മുടങ്ങി. ഇനി ഒറിജിനൽ ആഭരണം കൈ കിട്ടി അമേരിക്കയിൽ പോകുന്ന ഞാൻ കരുതി. അഭിയും ബസും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ചവിട്ടി താഴ്ത്തി. ശരിക്കും നമ്മുടെ സമയം ശരിയല്ല. എന്ത് ചെയ്താലും ശരിയാകുന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് ആലോചിക്കാത്തയാണോ അതോ നമ്മുടെ ശത്രുക്കൾ നമ്മളെക്കാൾ ഫാസ്റ്റ് ആണോ എന്നറിയില്ല. വെറുതെ ഇങ്ങനെ സംസാരിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതേക്കുറിച്ച് ആലോചിക്കുക. ആലോചിക്കാൻ എന്താ ഉള്ളത്? കാമുകനെ വിശ്വസിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച പോലെ പെട്ടെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആഭരണത്തിന്റെ പ്ലാൻ കിട്ടിയപ്പോ ആ രാഹുലിനെ മാറ്റി നിർത്തി സ്വാർത്ഥതയോടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കി. നമ്മളെ കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ വീണു. എന്താ ഇങ്ങനെ പറയുന്നേ? നമുക്ക് ഇനിയും ആ രാഹുലിനെ കൊണ്ട് പണി കൊടുക്കാമല്ലോ. അവനെ വിളിച്ച് നമ്മൾ ആദ്യം ആലോചിച്ച പ്ലാൻ അതുപോലെ തന്നെ പ്രയോഗിക്കാം. കല്യാണ ചെറുക്കനെ മാറ്റി രാജേഷിന്റെ സ്ഥാനത്ത് രാഹുലിനെ അയച്ച് കാവ്യയുടെ കഴുത്തിൽ താലി കെട്ടിച്ച് ആഭരണം എടുക്കാം. യെസ്, ഞാൻ ഇപ്പൊ തന്നെ രാഹുലിനെ ഫോൺ ചെയ്യാം. ഹലോ രാഹുൽ, നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാനിവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പറഞ്ഞോ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ പ്ലാനിൽ തന്നെ മാറ്റാന്ന് വിചാരിച്ചോ നിങ്ങൾ? ഓരോന്ന് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോടല്ലേ അത് ആദ്യം പറയുന്നത്. എന്നോട് പറയാതെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ നീ അങ്ങ് മറന്നേക്ക് രാഹുൽ. നമ്മൾ ആദ്യം ആലോചിച്ച പ്ലാൻ അതുപോലെ ചെയ്തേക്കാം. രാജേഷിന്റെ സ്ഥാനത്ത് നീ പോയി കാവ്യയുടെ കഴുത്തിൽ താലി കെട്ട്. അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. ഇതെന്താടാ? അതാ ചെയ്യാൻ പോകുന്നെന്ന് നമ്മളോട് തന്നെ പറഞ്ഞിട്ട് പോന്നേ. നമുക്കിപ്പോ അത് തന്നെയല്ലേ വേണ്ടത്? അത് ശരിയാ. എന്റെ അമ്മോ, ദാഹിച്ചിട്ട് വയ്യ. പാർക്കുട്ടി, നിനക്ക് ഞാൻ വെള്ളം കൊണ്ടുവരട്ടെ? അനിയ, ഞാൻ വിളിച്ചിട്ട് നീ എന്താ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ. എന്താണ് നീ അവിടെ തന്നെ നിൽക്കുന്നേ? ഏയ്, നിനക്കെന്താ ചെവി കേക്കില്ലേ? വിളിച്ചാ വരാൻ പറ്റില്ലേ? ചിത്ര, നീയും കുടിക്കുന്നോ? കുഴപ്പമില്ല, നീ കുടിച്ചോ. എടാ ഒന്ന് നിക്കടാ. എടാ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വേണം. ഈ പാറക്കുട്ടി എല്ലാം കൊളാക്കുന്ന തോന്നേ. രാഹുലിനിപ്പോ അവള് മിക്കവാറും ഒരു പണി കൊടുക്കും. കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ മനസ്സിലാക്കുമായിരുന്നു. എടാ, ചെറുക്കന്റെ റൂമിനടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ നീ എന്തിനാ കാവ്യയുടെ റൂമിനടുത്തേക്ക് പോയേ? പിടിച്ചിരുന്നെങ്കിൽ കല്യാണമല്ല, നിന്റെ അടിയന്തരം നടത്തിയാനെ. ഒന്ന് കെയർഫുൾ ആയിട്ട് നടക്കുമണ്ട. നീ വെറുതെ പിടികൊടുത്ത് നമ്മുടെ പ്ലാൻ മുഴുവൻ കുളമാക്കരുത്. സോറി ബ്രോ, അവരെന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. വേഗം ചെറുക്കന്റെ സ്ഥാനത്ത് നീ പോണ രാഹുൽ. നിങ്ങളെപ്പോലെ ഞാനും ടെൻഷൻ അടിച്ചിരിക്കുക.
എന്നെ കൂടുതൽ ടെൻഷൻ ആക്കരുതേ. പോ. കൂൾ ഡ്രിങ്ക്സില് അവരെന്ത് പൊടിയാ കലർത്തിയെന്ന് നിനക്കറിയോ? എനിക്കെങ്ങനെ അറിയാം? പിന്നെന്തിനാടി മൊത്തം അതിലിട്ടത്? കുറഞ്ഞത് അതൊരു മയക്കുമരുന്നായിരിക്കും. അതാ മുഴുവനും കലക്കിയത്. കല്യാണം കഴിയുന്നത് വരെ രാജേഷിന് ബോധം വരാൻ പാടില്ലല്ലോ. ഒരുപക്ഷെ അത് മയക്കുമരുന്നിന് പകരം വല്ല വിഷമാണെങ്കിലോ? അയ്യോ, എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാം രാഹുല ചെയ്തേ. സജലമായി സജലമായി മിഴിയിലേതോ നിലവുകൾ കൊഴിയുമേലകള വഴിമരം വിവശമായി നെരിയാറായി പിടയുമീ മൊഴികൾ. ആഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞപ്പോ കാവ്യ കാണാൻ മഹാലക്ഷ്മി പോലെയുണ്ട്. ആഭരണം ഇടാതിരുന്നപ്പോഴും കാവ്യ കാണാൻ മഹാലക്ഷ്മി പോലെ തന്നെയാ. ഇപ്പൊ ഈ കല്യാണം നടക്കാനും ഇവളുടെ ശരീരത്തിൽ എത്ര ആഭരണം ഉണ്ടാവാനുള്ള കാരണവും വസു അബിയും മാത്രമല്ല, നിങ്ങളുടെ സഹായം അതിലുണ്ട്. അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. കണ്ടില്ല ആന്റി, നമുക്ക് കിട്ടേണ്ട ആഭരണം അത് കാവ്യയുടെ ദേഹത്ത് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന. ഈ സന്തോഷൊക്കെ ഇനി എത്ര നേരത്തേക്കാ? കുറച്ചു നേരം കൂടി കാണും. അവളുടെ കഴുത്തില് താലി കെട്ടുന്നതും ആ 70 പവൻ ആഭരണം നമ്മുടെ കയ്യിൽ വരും. അതിനുവേണ്ടിയല്ലേ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. ഇനിയും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ക്ഷമയുണ്ടെങ്കിൽ എന്തു ചെയ്യാന്നാ പറയാറ്. ഒന്ന് വെയിറ്റ് ചെയ്യേ, ആ ആഭരണം നമുക്ക് തന്നെ കിട്ടും. കാർത്തിക, എന്താ പാറു ചേച്ചി? നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ? അകത്തേക്ക് വാ. വന്ന് കാവ്യ ആഭരണം അണിയിക്കാൻ സഹായിക്ക. എന്റെ കയ്യിൽ കിട്ടേണ്ട ആഭരണത്തെ എന്നോട് തന്നെ അണിയിക്കാൻ പറയുകയാണോ? അവളെ മാത്രം വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. എനിക്കൊരു സിന്ദൂരല്ലാത്തോണ്ടാണോ? നിങ്ങൾ കണ്ടോ, എത്രയും പെട്ടെന്ന് ഞാനൊരു 2ാം കല്യാണം കഴിച്ച് നിങ്ങളെക്കാളൊക്കെ വലിയൊരു സുമംഗലിയെ ഞാൻ നിൽക്കും. എന്താ ആന്റി? ആന്റി ഇനി നമ്മൾ പ്രത്യേകിച്ച് വിളിക്കണോ? വന്ന ആന്റിയുടെ പേരക്കുട്ടിയെ ഒരുക്കാൻ നോക്ക്. ഇവളെങ്ങനെയാണ് എനിക്ക് പേരക്കുട്ടിയാവുന്നേ? വരും കാല കല്യാണ പെണ്ണിനെ എങ്ങനെയാണോ അപമാനിക്കുന്നേ? എന്തിനാ മോളെ, ഞാനൊരു സിന്ദൂരല്ലാത്തവളാ. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്ത എന്നെ സംഭവിച്ച എല്ലാ കുറ്റവും എന്റെ തലയിൽ വന്നു ചേരും. നീ എന്തിനാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നേ? പൂവും സിന്ദൂരമൊന്നും ഇല്ലെങ്കിലും നീ ഇപ്പോഴും സുമംഗലി തന്നെയാ. ഞങ്ങളെ വീട്ടിലെ പെണ്ണാ നീ. നമ്മുടെ ആദ്യത്തെ പേരക്കുട്ടിയെ നീ ഒന്ന് അനുഗ്രഹിക്ക്. എനിക്കൊരു 2ാം കല്യാണം നടത്തി തരില്ല, പക്ഷെ ഡയലോഗിനൊരു കുറവുമില്ല. ഇളയമേ, നടക്കുന്നേ ചെല്ലിളയമേ, ചെല്ലങ്ങോട്ട്. കാവ്യ ഇന്നലെ ജനിച്ചതുപോലെയാ തോന്നുന്നത്. ഇപ്പതാ കല്യാണ പെണ്ണായിട്ടിരിക്കുന്നു.